ആദ്യം നോക്കൂ, 111 തദ്ദേശ സ്ഥാപനങ്ങളാണ് കൊച്ചിയിൽ ആകെയുള്ളത്. ഈ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടക്കം 111 തദ്ദേശ സ്ഥാപനങ്ങളാണ് കൊച്ചിയിൽ ആകെയുള്ളത്. 7 ഗ്രാമപഞ്ചായത്ത്, 1 ബ്ലോക്ക് പഞ്ചായത്ത്. LDF സമ്പാദ്യമാണ്. 7 ഗ്രാമപഞ്ചായത്ത്, 1 ബ്ലോക്ക് പഞ്ചായത്ത്, 8 ഇടങ്ങൾ. NDAക്കുള്ളത് 1 മുനിസിപ്പാലിറ്റി. മറ്റ് 4 സ്വതന്ത്രരുണ്ട്. 5 ഇടത്ത് ടൈ ഉണ്ട്. 66 ഗ്രാമപഞ്ചായത്ത്, 66-7 ഗ്രാമപഞ്ചായത്തിലെ കണക്ക്. ഈ നിലയ്ക്ക് കൊച്ചി എങ്ങനെ UDF കോട്ടയായി മറന്നു? അത് തദ്ദേശത്ത്, നിയമസഭയിൽ ശരി മനസ്സിലാകും. തദ്ദേശത്തിൽ അല്ല, UDFന് വോട്ട് ബേസ് ഉള്ളിടത്ത് അവർ വലിയ നേട്ടം ഉണ്ടായി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കൊച്ചി, അതായത് എറണാകുളം ജില്ല, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല, അതുപോലെ ഇടുക്കി ജില്ല, കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിലൊക്കെ ഇപ്പൊ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFനോടൊപ്പം ഉണ്ട് എങ്കിൽ പോലും അത് വോട്ടായിട്ട് മാറ്റാനോ LDFന് ശക്തി കൂട്ടാനോ ഒന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. ഇടുക്കി, കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് LDFന് നഷ്ടപ്പെട്ടല്ലോ. ഇടുക്കിയിൽ ഒരു തരത്തിലും വലിയ മുന്നേറ്റമാണ് UDF നടത്തിയത്. അതുപോലെയാണ് മാധു പറഞ്ഞ എറണാകുളം ജില്ല. മറ്റൊരു കാര്യം, മലപ്പുറം ജില്ലയിലെ കാര്യം നോക്കൂ. മലപ്പുറം ജില്ലയിൽ 33 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഉള്ളതിൽ ഒറ്റ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പോലും ജയിക്കാൻ ഇടതു മുന്നണിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ 5 എണ്ണം ഉണ്ടായിരുന്നത് 5ഉം നഷ്ടപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ UDFന്റെ അതിശക്തമായ മുന്നേറ്റമാണ് അവിടെ നടന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ടിന് ശേഷം പെരിന്തൽമണ്ണ പോയി, നിലമ്പൂർ പോയി, പൊന്നാനി മാത്രം നിലനിർത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ രീതിയിൽ UDFന് ശക്തി കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് വലിയ രീതിയിൽ കരുത്തു കാട്ടി എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അത് കോഴിക്കോട് ജില്ലയാണ് മറ്റൊരു ഉദാഹരണം. കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെടുക, വളരെ കഷ്ടിച്ച് മാത്രം കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക. കോർപ്പറേഷനിൽ അവർക്ക് എങ്ങനെയാണ് ഇത്രയും സീറ്റ് നഷ്ടപ്പെട്ടത്? ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെടാനുള്ള കാരണമെന്ത്? അതിപ്പോ നാദാപുരം, അതുപോലെ തന്നെ ആ മേഖലകളിൽ ന്യൂനപക്ഷത്തിന് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ CPMന്, ഇടതുപക്ഷത്തിന് വോട്ടും അതുപോലെ തന്നെ ഡിവിഷൻസും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ എല്ലാം ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയിലേക്ക് വലിയ രീതിയിൽ വോട്ട് പോയി. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ 13 ഇടങ്ങളിലാണ് NDA, 13 ഇടങ്ങളിലാണ് NDA. 34-26 എന്ന നിലയ്ക്ക് 34 ഇടങ്ങളിൽ LDFും UDF 26 ഇടങ്ങളിലും ഒരൊറ്റ കോർപ്പറേഷൻ. അതാണ് ഞാൻ നേരത്തെ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ആകെ കപ്പൽ കരയ്ക്കെടുത്തത് കോഴിക്കോട് മാത്രമാണ്. അവിടെ വലിയ നേട്ടമൊന്നും അവകാശപ്പെടാനില്ല. 13 ഇടത്ത് BJP. അല്ല, അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് 7 സീറ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ പ്രധാനപ്പെട്ട കാര്യം 22 ഇടത്ത് കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്ത് വന്നിരുന്നു. 22 ഇടത്ത് 7 സീറ്റ് ഉണ്ടായിരിക്കെ 22 ഇടത്ത് 2ാം സ്ഥാനത്ത് വന്നിരുന്നു. ഇത് കൂടി ചേർത്താണ് 7-ൽ നിന്ന് 13ലേക്ക് കോർപ്പറേഷനിൽ BJP അവരുടെ നില ഉയർത്തുന്നത്. ശരി, മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഷഹീദ്, കോഴിക്കോട് ആടി ഉലയുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. LDF വരുന്നു, UDF വരുന്നു, വീണ്ടും LDF വരുന്നു, UDF വരുന്നു എന്ന നിലയ്ക്ക് ഒരു ഘട്ടത്തിൽ ഒരു കോർപ്പറേഷനും LDFനൊപ്പമില്ലേ എന്ന ആശങ്ക ആ ക്യാമ്പുകളിൽ ഉണ്ടായതിനു ശേഷം LDFന് ആശ്വാസ വിജയം നൽകുകയാണ് കോഴിക്കോട്. അതേസമയത്ത് തന്നെ BJP ഉയർത്തിയ വോട്ടുകൾ അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 13 എന്നൊക്കെ പറയുന്നത് വലിയ സംഖ്യയാണ്. അതും നഗരപ്രദേശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കോഴിക്കോട് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം എന്താണ് കോഴിക്കോടിന്റെ പുതിയ ചിത്രം? മാധു, തീർച്ചയായും ആശ്വാസ വിജയം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ CPMനും ഇടതുപക്ഷത്തെക്കുറിച്ചും. കാരണം 45 വർഷക്കാലത്തെ ഇടതു ഭരണമാണ്. 50 സീറ്റുകൾ ഉണ്ടായിരുന്നതാണ്. അത് 55, 56 ഒക്കെ വർദ്ധിപ്പിക്കുമെന്ന വലിയ ആത്മവിശ്വാസം, തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. ഈ വലിയ ഇരുട്ടടി എന്നുള്ള രീതിയിൽ തന്നെ ഈ തിരിച്ചടി കിട്ടുന്നത്. അതിൽ മേയർ സ്ഥാനാർത്ഥിയായി ജയിച്ചാൽ മേയറാകാനിരുന്ന മുസഫർ അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ 126 വോട്ടിന് മുസഫർ പരാജയപ്പെടുന്നു. ആ രീതിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനമായും നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷനിലെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ വാർഡുകൾ, അത് തീരപ്രദേശവുമായി ചേർന്ന് നിൽക്കുന്ന വാർഡുകളാണ്. അത് സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ കൂടുതൽ കേന്ദ്രീകരിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് ഭൂരിപക്ഷമുള്ള വാർഡുകളാണ്. ആ വാർഡുകളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി LDFനൊപ്പം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ പയ്യാനക്കൽ, ചക്കുംകടവ്, മുഗദാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഈ തീരപ്രദേശം, ഈ ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് മുസഫർ അഹമ്മദ് മത്സരിച്ച ഈ മീഞ്ചത്തെയും ഉള്ളത്. ഈ ഭാഗം ഒന്നാകെ UDFയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു കേന്ദ്രീകൃതമായുള്ള ഒരു വോട്ട് ഷിഫ്റ്റിംഗ് അവിടെ ഉണ്ടായിരിക്കുന്നു UDFന് അനുകൂലമായി എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. ആ തരത്തിലൊരു ഷിഫ്റ്റിംഗ് ഈ ഭാഗങ്ങളിൽ വലിയ തോതിൽ സംഭവിച്ചു. അത്
CPM-ന് വലിയ തിരിച്ചടിയാവുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി. ഒപ്പം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ BJP നഗരഹൃദയങ്ങളിൽ ഉൾപ്പെടെ, അതായത് മാവൂർ റോഡ്, ഈ തിരുത്തിയാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ചാലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പൊറ്റക്കാട്, SK പൊറ്റക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അത്തരം സ്ഥലങ്ങളിൽ BJP-ക്ക് നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 7 വാർഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 7 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് 13 സീറ്റായി വർദ്ധിപ്പിച്ചു. ഏകദേശം ഇരട്ടിയോളം BJP-ക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിൽ